എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദർശം എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട്, നയനോട് മാത്രമല്ല വേറൊരാളോടും എനിക്ക് മനസ്സിൽ ചെറിയ ബുദ്ധിമുട്ടുണ്ട്, അത് ഞാൻ നിങ്ങളോട് പിന്നെ പറയാം, ഇപ്പോൾ ചോദിക്കില്ലേ എന്നോട് എന്ന് പറഞ്ഞിട്ട് ആദർശം അങ്ങോട്ട് പോയി കഴിയുമ്പോഴേക്കും അജയൻ അവൻ എന്നോട് പ്രശ്നമൊന്നുമില്ല, പിന്നെ വേറെ ആരോടായിരിക്കും പ്രശ്നം എന്നിങ്ങനെ പറയുമ്പോഴേക്കും അജയൻ പറയും എന്നോടും പ്രശ്നമൊന്നുമില്ലയെന്ന്. അന്നേരം മുത്തശ്ശി ചോദിക്കുവാണ്, പിന്നെ ഈ കിളവന്മാരായ ഞങ്ങളോടാണോ പ്രശ്നം എന്ന് ചോദിക്കുവാണ്. അന്നേരം ജയൻ പറയുന്നുണ്ട് അവൻ്റെ അമ്മ ഇപ്പം എല്ലാ കാര്യങ്ങളും ഒന്നും തുറന്നു പറയാറില്ല. ഇന്ന് രാവിലെ തന്നെ സാധാരണ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് അമ്പലത്തിൽ പോകാറുള്ളത്. ഇന്ന് അയാൾ എന്നെ വിളിച്ചില്ല, തന്നെയാണ് പോയത്. അങ്ങനെ പല കാര്യങ്ങളും അവൻ്റെ മനസ്സിലുണ്ട്, എന്താണെന്ന് അറിയില്ലല്ലോ എന്നിങ്ങനെ ജയൻ പറയുന്നുണ്ട്. മുത്തശ്ശനും ചെറിയ സംശയമൊക്കെ വരുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ കനകയും നവ്യയും നന്ദുവിനെയും ഒക്കെയാണ്. അപ്പോൾ കനക പറയുവാണ്, ദേവേനെ ഇപ്പം എന്തോരം സ്നേഹിക്കുന്നുണ്ട് നയനമോളെ എന്ന് കണ്ടോ, പണ്ട് സ്നേഹിക്കാതിരുന്നതിൻ്റെ ആ ഒരു കുറവോട് തീർക്കുവാണ് എന്നൊക്കെ പറയുമ്പം നവ്യ പറയുന്നുണ്ട്, ഇതൊക്കെ കാണുമ്പം എനിക്ക് കൊതിയാകും, എൻ്റെ അമ്മായിമ്മ എൻ്റെ മുഖത്ത് നോക്കി ഒന്ന് നേരാവണ്ണം ചിരിച്ചാൽ മതിയായിരുന്നു എന്ന് പറയുമ്പം നന്ദു പറയുന്നുണ്ട്, അതൊന്നും ചേച്ചി മനസ്സിൽ കാണണ്ട, കാരണം അവർ മാറിയിട്ട് ചേച്ചിക്ക് ഇങ്ങനെ ഒരു സന്തോഷം കിട്ടുമെന്ന് ഓർക്കേ വേണ്ട എന്ന് പറയും. അഭി തന്നെ മാറിയത് വലിയ കാര്യമെന്നോർത്ത് പ്രാർത്ഥിച്ചോ, അതാ നല്ലത് എന്നും പറയുന്നുണ്ട്. അന്തേക്കും അങ്ങോട്ടേക്ക് ദേവയാനിയും നമ്മുടെ നയനയും കൂടെ വരും. അപ്പം ദേവയാനിയോട് കനക ചോദിക്കുന്നുണ്ട്, രാവിലെ കാപ്പി പോലും കുടിച്ചില്ലല്ലോ, കുടിക്കാതെ പോവാണോ എന്ന് ചോദിക്കുമ്പം കാപ്പി കുടിക്കാനുള്ള സമയമൊന്നും ആയില്ലല്ലോ, അങ്ങനെ കാപ്പിയൊക്കെ കുടിച്ചുകൊണ്ടിരുന്നാൽ താമസിക്കും, ഞാൻ ചെല്ലട്ടെ അല്ലെങ്കിൽ ശരിയാകിയല്ല എന്ന് പറയുന്നുണ്ട്. അന്നേരം നയന ദേവയാനി ഓർമ്മിപ്പിക്കുവാണ്, അമ്മയോട് ഞാൻ പറഞ്ഞ കാര്യം മറന്നു പോകരുത് കേട്ടോ, അവിടെ ചെന്ന് കഴിയുമ്പം അനാമിക്ക് എന്തെങ്കിലും വിലപിടിപ്പുള്ള ഒരു സമ്മാനം കൊടുക്കണം, അവളെ രണ്ടാം തരക്കാരിയാക്കുന്നു എന്ന് അവൾക്ക് തോന്നരുത് എന്ന് പറയും. അന്നേരം നവ്യുള്ള കാര്യം പറയുന്നുണ്ട്, എന്നെ സമ്മാനം കൊടുത്താലും അവൾക്ക് വലിയ മാറ്റമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല, അതുകൊണ്ട് തന്നെയാണ് ഞാൻ നന്ദുവിനെ വലിയ കുറ്റപ്പെടുത്താത്തത്. അവൾക്ക് നേരാവണ്ണം അനിയെ സ്നേഹിക്കാവുന്ന കാര്യമുള്ളൂ, അത് അവൾ ചെയ്യുന്നില്ല, പിന്നെ എങ്ങനെയാണ് അനി അവളെ സ്നേഹിക്കുന്നത്? അനിയുടെ സ്വഭാവം എല്ലാവർക്കും അറിയാവുന്നതല്ലേ, പ്രത്യേകിച്ച് അമ്മായിക്ക് അറിയാവുന്നതല്ലേ. ആദർശേനെ പോലെ തന്നെ നല്ല സ്വഭാവമാണ് അനിക്ക്, എന്നിട്ടും അനിയെ അവളെ സ്നേഹിക്കുന്നില്ലെങ്കിൽ അവളുടെ കയ്യിലൊരു പൂടിയല്ലേ എന്ന് ചോദിക്കും. അന്നേരം ദേവേനി പറയുന്നുണ്ട്, എന്ത് ചെയ്യാം, ഇപ്പോൾ എനിക്ക് അനിയെ ഉപദേശിക്കാം, അല്ലെങ്കിൽ നന്ദുമോളോട് പറയാം, അല്ലാതെ വേറെ ഒന്നും എന്നെക്കൊണ്ട് സാധിക്കില്ലല്ലോ, അതുകൊണ്ടാണ്, അതായത് അനാമികയെ അവർക്ക് ഉപദേശിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണെന്ന് പറയുവാണ്. അന്നേരം കനക പറയുവാണ്, കേട്ടല്ലോ നന്ദുട്ട, ഇനി അനിയെ വിളിക്കാനും സംസാരിക്കാനും ഒന്നും പോയേക്കരുത് എന്ന് പറയുമ്പോൾ, ഇല്ല ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറയും. അന്നേരം നയന, അങ്ങനെ വിശ്വസിക്കാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ പറഞ്ഞതാ, എന്നിട്ടാ നീ അവനെ പോയി കണ്ടത് എന്ന് പറയുമ്പം നന്ദു പറയുന്നുണ്ട്, അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞല്ലോ എന്ന്. അന്നേരം ദേവേനെ പറയും, ഇനി വിഷുവായിട്ട് മോളെ വിഷമിപ്പിക്കണ്ട, ആ കേസ് അങ്ങ് വിട്ടേരെ എന്ന് പറയും. എന്നിട്ട് നന്ദുവിനോട് പറയുന്നുണ്ട്, മോള് മറ്റന്നാൾ പോവുമല്ലേ, പറ്റുവാണെങ്കിൽ വരാട്ടോ, അല്ലെങ്കിൽ ഇടയ്ക്ക് ഇങ്ങനെ ആൾക്കാർ അവരെല്ലാം പറ്റിച്ച് വന്ന് കാണാം, അതേ നിവൃത്തിയുള്ളൂ, അതുകൊണ്ടാണ് ഇങ്ങനെ ഒളിച്ച് കളിക്കുന്നതിൽ എനിക്കും ബുദ്ധിമുട്ടുണ്ട്, പക്ഷേ ഇങ്ങനെ തന്നെ കുറച്ച് നാൾ മുന്നോട്ട് പോയാലേ പറ്റുള്ളൂ എന്നൊക്കെ ദേവയാനി പറയുന്നുണ്ട്. എന്നിട്ട് അവിടുന്ന് ഇറങ്ങുവാണ്. അന്നേരം അവരങ്ങ് പോയി കഴിയുമ്പോഴേക്കും കനക വീണ്ടും നന്ദുവിനോട് പറയുന്നുണ്ട്, മോളെ ഇപ്പം ചേച്ചീനെ എത്രയോ നന്നായിട്ടാണ് അവരുടെ അമ്മ സ്നേഹിക്കുന്നതെന്ന് കണ്ടല്ലോ, അതൊന്നും നീ ആയിട്ട് നഷ്ടപ്പെടുത്തിയേക്കരുതെന്ന് പറയുന്നു. അങ്ങനെ എപ്പോഴും പറഞ്ഞ് നന്ദുവിന് അങ്ങ് വയ്യാണ്ടാവുന്നുണ്ട്. എല്ലാവരും ഈ ഉപദേശമാണല്ലോ. പിന്നെ റൂമിൽ വന്നിരിക്കുമ്പോഴാണ് അനിയുടെ ഒരു മെസ്സേജ് വരുന്നത്. എനിക്ക് ആകെ വിഷമമാട്ടോ, ഗുഡ് നൈറ്റ് കൊടുത്തിട്ടൊന്നും തിരിച്ച് മെസ്സേജൊന്നും അയച്ചില്ലല്ലോ നന്ദു. അപ്പോൾ അത് പറഞ്ഞ് തന്നെയാണ് മെസ്സേജ് അയച്ചേക്കുന്നത്. ഇന്നലെ ഗുഡ് നൈറ്റ് അയച്ചിട്ട് എന്താ മറുപടി അയക്കാത്തതെന്ന്. അതെടുത്ത് നോക്കുമ്പോഴേക്കും നയന റൂമിലേക്ക് വരും. എന്നിട്ട് ആ ഫോൺ അങ്ങ് പിടിച്ച് മേടിക്കും, ഇങ്ങ് കാട്ടിക്കുകയെന്ന് പറഞ്ഞു. അന്നേരം ചേച്ചി ആ ഫോൺ ഇങ്ങ് തായെന്ന് പറഞ്ഞാൽ നന്ദു പിടിക്കാൻ ചെല്ലുന്നുണ്ട്. അന്നേരം അങ്ങോട്ട് മാറി നിൽക്കടി എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുവാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിനക്ക് ഇതുവരെ കാര്യങ്ങൾ പറഞ്ഞിട്ട് മനസ്സിലായില്ലേ, അവൻ ഇന്നലെ തല്ല് കിട്ടിയതാ, എന്നിട്ടും അവനൊരു മാറ്റമില്ല, ഇതെന്തൊരു പ്രേമമാടി എന്നൊക്കെ ചോദിക്കുക. അന്നേരം നന്ദു പറയുന്നുണ്ട്, എനിക്കൊരു പ്രേമവുമില്ല, അനി എല്ലാവരും പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി, ഞാൻ ഓക്കെയാണെന്ന് പറയുമ്പോൾ, ഓരോ ഓക്കെ അല്ല, അവൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിന് ഇരട്ടി നീ തിരിച്ച് സ്നേഹിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്ന് പറയും. അന്നേരം നന്ദു പറയുന്നുണ്ട്, ഞാൻ സ്നേഹിക്കുന്നില്ല എന്നൊന്നും പറയുന്നില്ല, അങ്ങനെ സ്നേഹിക്കാതിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്വഭാവം അവനില്ല, പിന്നെ അവൻ്റെ ഈ സങ്കടമൊക്കെ കാണുമ്പം ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കും. അപ്പം എന്ത് സങ്കടം അവനുള്ളതെന്ന് ചോദിക്കുമ്പം നന്ദു പറയുന്നുണ്ട്, അവൻ ഒരു മദ്യപാനിയായി പോകാതിരിക്കാനും മരണത്തിലേക്ക് പോകാതിരിക്കാനും ഒക്കെയാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് പറയുമ്പം, ഓ ഇനിയിപ്പോൾ അത് പറഞ്ഞാൽ മതിയല്ലോ, ഈ പേടി വെച്ച് അവൻ ഇനി വിളിച്ചാൽ ഇനിയും നീ സംസാരിക്കുകയില്ലേ എന്ന് ചോദിക്കും. എന്നിട്ട് പിന്നെയും കുറേ ഉപദേശിക്കുന്നുണ്ട്. അപ്പം നന്ദു പറയുന്നുണ്ട്, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞ് അനിയെ ഉപദേശിച്ചാലും ഈ ജന്മം അവന് അനാമികമായിട്ടൊരു കുടുംബജീവിതം ഉണ്ടാകുമെന്ന് നിങ്ങൾ ഓർക്കണ്ട എന്ന് പറയും. അന്നേരം നയന പറയുവാണ്, ആയിക്കോട്ടെ, ഞാനും ആദർശേട്ടനും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു, ഞങ്ങൾ തമ്മിൽ യാതൊരു പൊരുത്തമില്ലായിരുന്നു, പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഉള്ളിൽ ആ ദേഷ്യവും ഇതെല്ലാം മാറി,
അതിന് കാരണം ഞങ്ങളുടെ ഇടയ്ക്ക് വേറൊരു പെണ്ണില്ലാതിരുന്നതാണ്. അതുകൊണ്ട് നീ ആ കാര്യത്തിനൊന്നും പോകണ്ട. പറഞ്ഞത് മനസ്സിലായില്ലേ എന്ന് പറഞ്ഞിട്ട് റൂമിൽ നിന്ന് അങ്ങ് പോവാണ്. പോകാൻ തുടങ്ങുന്നതിന് മുമ്പ് പറയുന്നുണ്ട്, നീ റിപ്ലൈ ഒന്നും കൊടുക്കണ്ടാന്ന്. അത് കേൾക്കുമ്പോഴത്തേക്കും ആകെ വിഷമാവട്ടോ നന്ദുവിന്. നന്ദുവിന് ആകെ സങ്കടമാവുന്നുണ്ട്. എനിക്ക് വിഷമാവുമല്ലോ എന്നോർത്ത്. ഇതുപോലെ തന്നെ അനിയും ആകെ വിഷമിച്ച് നിൽക്കുവാണ്. അന്നേരമാണ് അങ്ങോട്ട് അനാമിക വരുന്നത്. അന്നേരം നീ എന്താടാ ഈ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത് എന്ന് ചോദിക്കും. അന്നേരം അനി തിരിച്ചു ചോദിക്കും, അത് നിന്നോട് പറയേണ്ട കാര്യം എനിക്കില്ല, നീ ഇതിനകത്തൊക്കെ അതൊക്കെ അന്വേഷിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ അന്വേഷിക്കാൻ വരുന്നൊന്നുമില്ല, നിൻ്റെ മനസ്സിൽ എന്താണ് എന്നൊക്കെ എനിക്കറിയാം. ശരിക്കും നിന്നെ ഇട്ടിട്ട് ഇവിടുന്ന് ഞാൻ ഇറങ്ങി പോകേണ്ട സമയം കഴിഞ്ഞതാന്ന് പറയുമ്പം ദേഷ്യം വരുന്നുണ്ട് കേട്ടോ എനിക്ക്. പിന്നെ ഒന്നും മിണ്ടുന്നില്ല. അത് കഴിഞ്ഞ് അനാമിക ഫ്രണ്ടിൽ പോയി കുത്തിയിരിക്കുവാണ് ഫോണൊക്കെ നോക്കിക്കൊണ്ട്. അന്നത്തേക്കും ദേവേനെ അങ്ങോട്ട് വരും. എന്നിട്ട് മോൾക്ക് സമ്മാനങ്ങളൊക്കെ തന്നിട്ട് ഒരുപാട് ദിവസമായില്ലേ, അതുകൊണ്ട് ഒരു സമ്മാനം തരാൻ വേണ്ടി വന്നതാ എന്ന് പറഞ്ഞ് ഒരു ബോക്സ് കയ്യിലോട്ട് കൊടുക്കും. തുറന്നു നോക്കുമ്പോൾ അതിൻ്റെ അകത്തൊരു നെക്ലേസാണ്. ഭയങ്കര സന്തോഷമാവും അനാമികയ്ക്ക്. എന്നിട്ട് മോൾക്കത് ഞാൻ തന്നെ കഴുത്തിലിട്ട് തരാമെന്ന് പറഞ്ഞ് കഴുത്തിലിട്ടൊക്കെ കൊടുക്കും. അന്നേരം അനാമിക ചോദിക്കും, ഇത് സ്വർണ്ണമാണോ എന്ന്. അന്നേരം ദേവേനി, സ്വർണ്ണം അല്ലാതെ റോൾഡ് ഗോൾഡ് ഞാൻ സമ്മാനം തരുമോ മോൾക്ക് എന്ന് ചോദിക്കുന്നു. അന്നേരം അനാമിക പറയുവാണ്, ശരിക്കും 3 ബ്രാഞ്ചിൻ്റെ ചുമതലയുള്ള ആളല്ലേ അനി, എന്നിട്ട് അവൻ ഇങ്ങനൊരു സമ്മാനം എനിക്ക് തന്നില്ല. അവൻ കൊടുക്കും അവൻ്റെ കാമുകിക്ക്, അല്ലാതെ എനിക്കൊന്നും തരികയില്ല എന്നിങ്ങനെ പറയുമ്പം ദേവേനി പറയും, അങ്ങനെയൊന്നും പറയല്ലേ മോളെ, ഇതൊക്കെ മനസ്സിൽ നിന്ന് മാറ്റി വെച്ച് മോൾ അവനെ ഒന്ന് സ്നേഹിക്കുക എന്ന് പറയുമ്പം, എങ്ങനെ സ്നേഹിക്കാനാ അമ്മായി, അവൻ എന്നെ കാണുന്നതേ ഇഷ്ടമല്ല എന്ന് പറയും. അന്നേരം ദേവേനി പറയുന്നുണ്ട്, അവൻ അങ്ങനെയൊന്നും ഉള്ള ഒരു പയ്യനല്ല, ആദർശിനെ പോലെ തന്നെ പാവമാണ്, സ്നേഹിച്ചാൽ അവൻ തിരിച്ച് സ്നേഹിക്കും. ശരിക്കും നിങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കണം. ശരി, ആദർശും നയനയും വിവാഹം കഴിഞ്ഞ സമയത്ത് എന്ത് ബഹളവും ദേഷ്യവും ഒക്കെ ആയിരുന്നു പരസ്പരം. എന്നിട്ടിപ്പോൾ അവർ സ്നേഹിച്ചു തുടങ്ങിയില്ലേ, അതുപോലെ എനിക്കും അവളെ ഇഷ്ടമല്ലായിരുന്നു, ഇപ്പോൾ അതൊക്കെ അങ്ങ് മാറിയില്ലേ എന്ന് പറയുമ്പോഴത്തേക്കും അനാമികയുടെ മോഹം അങ്ങ് മാറുവേ. എന്താ അമ്മായി പറഞ്ഞത്, അവളെ അമ്മായി സ്നേഹിച്ചു തുടങ്ങിയോ എന്ന് ചോദിക്കുമ്പോൾ, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, ഞാൻ അവളെ അഡ്ജസ്റ്റ് ചെയ്യാൻ തുടങ്ങിയല്ലോ, ആ കാര്യം പറഞ്ഞതാ എന്ന് പറയും. അന്നേരം അനാമിക പറയുക, ഞാനങ്ങ് അത് കേട്ടപ്പോൾ അങ്ങ് പേടിച്ചു പോയി, അമ്മായിക്ക് അവളെ ഉൾക്കൊള്ളാൻ പറ്റില്ല എന്നൊക്കെ അറിയാം, എങ്കിലും അമ്മായി അവളെ സ്നേഹിക്കുന്നു എന്ന് കേട്ടപ്പം ഞാൻ പേടിച്ചു പോയി എന്ന് പറയും. അന്നേരം ദേവേനെ മനസ്സിൽ ഓർക്കുന്നുണ്ട് കേട്ടോ, പിന്നെ ഞാൻ എൻ്റെ മരുമോളെ അല്ലാതെ പിന്നെ ആരെയാ സ്നേഹിക്കേണ്ടേ എന്ന്. ഏതായാലും ഒരു കുറച്ചുകൂടിയൊക്കെ ഉപദേശിച്ചിട്ട് അങ്ങോട്ട് പോവുകയാണ് ദേവേനി. അന്നേരം അനാമിക്ക് വലിയ കൂസലൊന്നുമില്ല. ഇതുപോലുള്ള സമ്മാനങ്ങളൊക്കെ കിട്ടുന്നതുകൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്, അല്ലെങ്കിൽ പണ്ട് ഈ താല് പൊട്ടിച്ചെറിഞ്ഞിട്ട് ഞാൻ പോയേനെ എന്ന് മനസ്സിലിങ്ങനെ ഓർത്തുകൊണ്ടാണ് അനാമിക അന്നേരം അവിടെ നിൽക്കുന്നത്. പിന്നെ പറയുന്നുണ്ട്, ഞാനിവിടെ നിൽക്കുന്നത് അനിയെ ഓർത്തൊന്നുമല്ല, നിങ്ങളെപ്പോലെ എന്നെ സ്നേഹിക്കുന്ന കുറച്ച് പേര് ഇവിടെ ഉള്ളതുകൊണ്ട് മാത്രമാണ് നിൽക്കുന്നതെന്നൊക്കെ ദേവേനോട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കാണിക്കുന്നത് രേവതിയും വേണുവിനെയാണ്. മോൾക്ക് മാല ഗിഫ്റ്റ് കിട്ടിയതിൻ്റെ ഫോട്ടോയൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ സന്തോഷിച്ച് നിൽക്കുവാണ് രേവതി. അത് കഴിഞ്ഞ് വേണു വരുമ്പോൾ വേണുവിനോട് ഈ കാര്യം പറയുന്നുണ്ട്. അന്നേരം വേണു പറയുക, ഏതായാലും അമ്മായി ഇങ്ങനെ ഒരു സമ്മാനം കൊടുത്തു, ഇനി അമ്മായിമ്മയും മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ സമ്മാനം കൊടുക്കുമായിരിക്കുമല്ലേ, അവരെന്തെങ്കിലും കൊടുത്തു എന്ന് ചോദിക്കുമ്പോൾ, കൊടുത്തു, ഒരു വെള്ളി നാണയം എന്ന് പറയും. അന്നേരം വേണു പറയുക, എന്നാ സാധനങ്ങളാ, ഒരു 1,00,000 രൂപയുടെ ചെക്കോ അല്ലെങ്കിൽ ഒരു 1 കോടി രൂപയോ എന്തെങ്കിലും അങ്ങ് കൊടുക്കാൻ മേലായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ, ഒരു 1,00,000 കിട്ടിയാലും മതിയായിരുന്നു, പക്ഷെ അവരതൊന്നും കൊടുത്തില്ലല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം വേണു പറയുന്നുണ്ട്, ഇതൊരു 5-6 പവൻ കാണൂലേ, ഇതായാലും മതി എന്ന് പറയുന്നുണ്ട്. അന്നേരം രേവതി, നിങ്ങളിങ്ങനെയല്ല അവളുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ മേടിക്കരുത് കേട്ടോ എന്ന് പറയുമ്പോൾ, പിന്നെ എന്നാ ചെയ്യണ്ടേ, അവൾക്ക് കൊടുത്ത സ്വർണ്ണമൊന്നും അവൾ ഇതുവരെ തന്നിട്ടില്ലല്ലോ, അവൾ മുക്കി വെച്ചേക്കുമല്ലേ, അപ്പോൾ പിന്നെ നമുക്ക് ഇങ്ങനെയൊക്കെയല്ലേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്ന് വേണു പറയുന്നു. എങ്ങനെയെങ്കിലും അവിടുന്ന് കുറേ അടിച്ചു മാറ്റണം എന്നുള്ള രീതിയിലുള്ള സംസാരങ്ങളില്ലേ, അതൊക്കെ തന്നെയാണ് അവർ പിന്നെയും സംസാരിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ നവ്യയും അഭിയാണ്. അഭി ഭയങ്കര സന്തോഷത്തോടെ നവ്യയുടെ അടുത്ത് വന്ന് നവ്യയുടെ തലയിൽ മുല്ലപ്പൂവൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വിഷുക്കൈനീട്ടമായിട്ട് 10,000 രൂപ കയ്യിൽ കൊടുക്കുന്നു. അത് നവ്യയ്ക്ക് അങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പം നവ്യ പറയുന്നുണ്ട്, എനിക്കാരും ഇതുവരെ 10,000 രൂപയൊന്നും വിഷുക്കൈനീട്ടം തന്നിട്ടില്ല എന്ന് പറയുമ്പോൾ, ഇത് ഏതായാലും ഇരിക്കട്ടെ, ഇന്നലെ ഞാൻ മോതിരം കൊണ്ട് തന്നു, ഇന്ന് ഞാൻ വിഷുക്കൈനീട്ടം തന്നു, ഇനിയെങ്കിലും എന്നെ സംശയിക്കാതിരുന്നാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം നവ്യ പറയും, ഇല്ലടാ, അങ്ങനെ ഇനി സംശയിക്കുന്നതൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ, ഉറപ്പാണോ എന്ന് പറയുമ്പോൾ, ഉറപ്പായിട്ടും എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് നെറുകയിൽ ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. അന്നേരം അഭി പറയുന്നുണ്ട്, ഇനി എന്നെ സംശയിക്കരുത്, ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നീ കേൾക്കണം എന്ന് പറയുമ്പം നവ്യ പറയുന്നുണ്ട്, നീ ഇപ്പം എനിക്ക് 10,000 രൂപ തന്നില്ലെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു, ഒരു വെള്ളി രൂപ തന്നാലും മതി, നിൻ്റെ ഈ സ്നേഹം ഇതുപോലെ തന്നെ കിട്ടണം, നമ്മുടെ കുഞ്ഞ് ജനിച്ചാലും നിൻ്റെ ഈ സ്വഭാവത്തിന് മാറ്റമൊന്നും വരരുത് എന്ന് പറയുമ്പം അഭി പറയില്ല എന്ന്. അന്നേരം നവ്യ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നീ എന്ത് പറഞ്ഞാലും ഞാൻ കേട്ടോളാം, അതിനൊരു എതിരഭിപ്രായം എനിക്ക് ഉണ്ടാകുകയില്ല എന്നും പറയുന്നുണ്ട്. അതൊക്കെ തന്നെയാണ് അഭിയുടെ ഈ അഭിനയത്തിൻ്റെ മുഖ്യമായ ലക്ഷ്യം. അതിലേക്ക് അഭി അടുക്കുന്നുണ്ട്. എന്നിട്ടും വളരെ സ്നേഹത്തോടെ കുറേ സംസാരിക്കുന്നൊക്കെ ഉണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ നവ്യയ്ക്ക്. എന്നിട്ട് നവ്യയോട് വയറെ പിടിച്ചിട്ട് ചോദിക്കും, കുഞ്ഞ് ശല്യം ചെയ്യുന്നുണ്ടോയെന്ന്. അന്നേരം നവ്യ പറയും, അച്ഛൻ കുസൃതിയല്ലേ, വികൃതിയല്ലേ, അതിൻ്റെ മോന് കാണാതിരിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നു. അങ്ങനെ സന്തോഷത്തോടെ സംസാരിച്ച് നിൽക്കുന്ന അവരെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.